ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു ചാളത്തലയും പിടിയും റെസിപ്പിയും കണ്ടാലോ. അപ്പോൾ ഇതാ ചാള നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ കൂടി ചതച്ചത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടിയും ഗോതമ്പൊടിയും ഉപ്പ് കൂടി നമ്മൾ കുഴച്ചിട്ട് പിടിയാക്കി വെച്ചേക്കാണ്. എന്നിട്ട് ചട്ടി ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനകത്തേക്ക് നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ കുരുമുളക് ചേർക്കുക. ഇതൊക്കെ കൂടി നല്ലപോലെ ഇളക്കുക. എന്നിട്ട് നമ്മുടെ ചാളത്തല ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും വീണ്ടും ഇളക്കുക. പിന്നെ കുറച്ച് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അത് വേകാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ പിടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മീൻസ് പയ്യനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ തിളക്കാൻ തുടങ്ങുമ്പോൾ ഞാനിവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഇടിച്ച മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കുക. എന്നിട്ട് മൂടി വെക്കുക. കുറച്ച് നല്ലപോലെ വേവിക്കുക. എന്നിട്ട് ആ മൂടി മാറ്റിയതിന് ശേഷം നമ്മുടെ പിടിയും ചാളത്തലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഗ്രേവി ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ദാ നമ്മുടെ ചാളപ്പിടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.